ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുർ സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമസ്കാരം. 2026 ജൂൺ 21 മുതൽ 27 വരെ, അതായത് മലയാള വർഷം 1201 ആണ്ട്, മിഥുനം 7 മുതൽ 13 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യമായി മേടക്കൂറിൻ്റെ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് കുജൻ, സഹോദരസ്ഥാനത്ത് രവി, സഹോദരസ്ഥാനത്തും സുഖസ്ഥാനത്തുമായി ബുധൻ, സുഖസ്ഥാനത്ത് ഗുരുശുക്രന്മാർ, വ്യയസ്ഥാനത്ത് ശനി എന്നിങ്ങനെ സഞ്ചരിക്കുന്ന സമയമാണ്. ഭാര്യാപുത്രാദികളുടെ അരിഷ്ടതയ്ക്ക് ശമനമുണ്ടാകും. സന്താനങ്ങൾക്കും ബന്ധുക്കൾക്കും അഭിവൃദ്ധി ഉണ്ടാകാനിടയുണ്ട്. നാൽക്കാലികളിൽ നിന്ന് ആപത്തുണ്ടാകാതെ ശ്രദ്ധിക്കുക. ധനലാഭവും ബന്ധുസമാഗമവും ഉണ്ടാകും. സർക്കാരിൽ നിന്ന് ദോഷാനുഭവങ്ങൾക്ക് സാധ്യത. സഞ്ചാര തടസ്സം, രോഗശമനം, മൃഷ്ടാന്നലാഭം എന്നിവ ഉണ്ടാകാം. അഗ്നി, ആയുധം, വാഹനം എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. അനുഭവ ഗുണം വർദ്ധിക്കും. ദോഷപരിഹാരാർത്ഥം സുബ്രഹ്മണ്യ പ്രീതി, മഹാവിഷ്ണു പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകേരത്തിൻ്റെ ആദ്യത്തെ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ കുജൻ, ധനസ്ഥാനത്ത് രവി, ധനസ്ഥാനത്തും സഹോദരസ്ഥാനത്തുമായി ബുധൻ, സഹോദരസ്ഥാനത്ത് ഗുരുശുക്രന്മാർ, ലാഭസ്ഥാനത്ത് ശനി എന്നിങ്ങനെ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന സമയമാണ്. മനസ്സുഖം കുറയാനിടയുണ്ട്. ഭയം, സഞ്ചാര തടസ്സം, രോഗശമനം, മൃഷ്ടാന്നലാഭം എന്നിവ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. സ്വജനവിരഹവും ഉഷ്ണരോഗങ്ങളും ഉണ്ടാകും. സഹോദരങ്ങളുമായി കലഹത്തിന് സാധ്യത. ജോലി സംബന്ധമായ എഴുത്തുകുത്തുകളിൽ കൃത്യത പുലർത്തുക. ദേഹപീഡ ഉണ്ടാകാനിടയുണ്ട്. ധനലാഭത്തിന് സാധ്യത കാണുന്നു. ദാമ്പത്യ സൗഖ്യവും സൽകീർത്തിയും ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം സുബ്രഹ്മണ്യ പ്രീതി, ശിവപ്രീതി, മഹാവിഷ്ണു പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകയിരം അവസാനത്തെ പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് വ്യയസ്ഥാനത്ത് ചൊവ്വ, ജന്മത്തിൽ രവി, ജന്മത്തിലും ധനസ്ഥാനത്തുമായി ബുധൻ, ധനസ്ഥാനത്ത് ഗുരുശുക്രന്മാർ, കർമ്മസ്ഥാനത്ത് ശനി എന്നിങ്ങനെ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന സമയമാണ്. ജോലി തിരക്ക് വർദ്ധിക്കും. ഇപ്പോഴത്തെ കഠിനാധ്വാനം ഭാവിയിൽ നേട്ടമായി മാറും. അനുഭവ ഗുണം വർദ്ധിക്കും. സാമ്പത്തിക നേട്ടമുണ്ടാകും. സംസാരം കൊണ്ട് ഗുണമുണ്ടാകും. ഉഷ്ണരോഗങ്ങൾക്ക് സാധ്യത കാണുന്നു. കാര്യവിജയം, ഭയം, സഞ്ചാര തടസ്സം, ശത്രുനാശം എന്നിവ പ്രതീക്ഷിക്കാം. കോപം നിയന്ത്രിക്കണം. ദോഷപരിഹാരാർത്ഥം സുബ്രഹ്മണ്യ പ്രീതി, ശിവപ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കർക്കിടകക്കൂറിൻ്റെ ഫലങ്ങളാണ്. പുണർദം അവസാന പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് ലാഭസ്ഥാനത്ത് ചൊവ്വ, വ്യയസ്ഥാനത്ത് രവി, വ്യയസ്ഥാനത്തും ജന്മത്തിലുമായി ബുധൻ, ജന്മത്തിൽ ഗുരുശുക്രന്മാർ, ഭാഗ്യസ്ഥാനത്ത് ശനി എന്നിങ്ങനെ സഞ്ചരിക്കുന്ന സമയമാണ്. തൊഴിൽ രംഗത്ത് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകാനിടയുണ്ട്. മാനക്ഷയം, വസ്ത്രലാഭം, ഭയം, സഞ്ചാര തടസ്സം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. സാമ്പത്തിക ലാഭമുണ്ടാകാം. വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കുക. ആലോചനയില്ലാത്ത പ്രവൃത്തികൾ പിന്നീട് ബുദ്ധിമുട്ടുണ്ടാക്കും. ദാമ്പത്യപരമായി നല്ല കാലമാണ്. കേവലം മതപരമായ ചടങ്ങുകൾക്കപ്പുറം ആഴമേറിയ ആത്മീയ അനുഭവങ്ങളിൽ ആകൃഷ്ടരാകും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, മഹാവിഷ്ണു പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്രം ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് കർമ്മസ്ഥാനത്ത് ചൊവ്വ, ലാഭസ്ഥാനത്ത് രവി, ലാഭസ്ഥാനത്തും വ്യയസ്ഥാനത്തുമായി ബുധൻ, വ്യയസ്ഥാനത്ത് ഗുരുശുക്രന്മാർ, അഷ്ടമത്തിൽ ശനി എന്നിങ്ങനെ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന സമയമാണ്. ആരോഗ്യകാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ദുഃഖകരമായ സാഹചര്യങ്ങളെ സംയമനത്തോടെ നേരിടാൻ കഴിയും. ആഡംബര വസ്തുക്കൾക്കായി പണം വ്യയം ചെയ്യേണ്ടി വരും. യാത്രാക്ലേശവും തൊഴിൽ തടസ്സവും പ്രതീക്ഷിക്കാം. പാപപ്രവൃത്തികൾ താൽപ്പര്യം വർദ്ധിക്കും. കർമ്മതടസ്സമുണ്ടാകാനിടയുണ്ട്. ഭയം, അനുഭവയോഗം, മൃഷ്ടാന്നലാഭം, ഭാഗ്യവർദ്ധനവ് എന്നിവ ഉണ്ടാകാം. അനുകൂലമായ സ്ഥാനമാനങ്ങൾ ലഭിക്കാനിടയുണ്ട്.
ദോഷപരിഹാരാർത്ഥം സുബ്രഹ്മണ്യ പ്രീതി, മഹാവിഷ്ണു പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രം മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യത്തെ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് കന്നിക്കൂറിലുള്ളത്. ഇവർക്ക് ഭാഗ്യസ്ഥാനത്ത് ചൊവ്വ, കർമ്മസ്ഥാനത്ത് രവി, കർമ്മസ്ഥാനത്തും ലാഭസ്ഥാനത്തുമായി ബുധൻ, ലാഭസ്ഥാനത്ത് ഗുരുശുക്രന്മാർ, കളത്രസ്ഥാനത്ത് ശനി എന്നിങ്ങനെ സഞ്ചരിക്കുന്ന സമയമാണ്. കർമ്മ പുരോഗതി ഉണ്ടാകും. മൃഷ്ടാന്ന ലാഭം, ധനച്ചെലവ്, വസ്ത്രലാഭം എന്നിവ പ്രതീക്ഷിക്കാം. ശരീരത്തിന് ബലക്കുറവ് അനുഭവപ്പെടാം. ദാമ്പത്യ സൗഖ്യവും മനസ്സന്തോഷവും ഉണ്ടാകാം. അഭീഷ്ടകാര്യസിദ്ധി ഉണ്ടാകും. നിർഭയത്വവും ബന്ധുസമാഗമവും ഉണ്ടാകും. ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം. ദോഷപരിഹാരാർത്ഥം സുബ്രഹ്മണ്യ പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ്. ചിത്തിരയുടെ അവസാനത്തെ പകുതി, ചോതി, വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് തുലാക്കൂറിലുള്ളത്. ഇവർക്ക് അഷ്ടമത്തിൽ ചൊവ്വ, ഭാഗ്യസ്ഥാനത്ത് രവി, ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തുമായി ബുധൻ, കർമ്മസ്ഥാനത്ത് ഗുരുശുക്രന്മാർ, ശത്രുസ്ഥാനത്ത് ശനി എന്നിങ്ങനെ സഞ്ചരിക്കുന്ന സമയമാണ്. ശത്രുനാശവും കാര്യവിജയവും ഉണ്ടാകും. കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് അപമാനത്തിന് സാധ്യത. സ്ഥാനചലനം ഉണ്ടാകാനിടയുണ്ട്. ദാമ്പത്യ സൗഖ്യമുണ്ടാകും. വ്രണാദി രോഗങ്ങളും പണച്ചെലവും ഉണ്ടാകാനിടയുണ്ട്. ബന്ധുസമാഗമം, മൃഷ്ടാന്നലാഭം, ശയനസുഖം എന്നിവ പ്രതീക്ഷിക്കാം. അപകടകരമായ സാഹചര്യങ്ങളെ നേരിടേണ്ടതായി വന്നേക്കാം. ദോഷപരിഹാരാർത്ഥം സുബ്രഹ്മണ്യ പ്രീതി, ശിവപ്രീതി, മഹാവിഷ്ണു പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളാണ്. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിലുള്ളത്. ഇവർക്ക് കളത്രസ്ഥാനത്ത് ചൊവ്വ, അഷ്ടമത്തിൽ രവി, അഷ്ടമത്തിലും ഭാഗ്യസ്ഥാനത്തുമായി ബുധൻ, ഭാഗ്യസ്ഥാനത്ത് ഗുരുശുക്രന്മാർ, പുത്രസ്ഥാനത്ത് ശനി എന്നിങ്ങനെ സഞ്ചരിക്കുന്ന സമയമാണ്. അകാരണമായ കലഹങ്ങൾക്ക് സാധ്യത. ഭാഗ്യവർദ്ധനവ്, സർക്കാർ ഗുണാനുഭവങ്ങൾ, ബന്ധുസമാഗമം, അമിതമായ ചെലവ് എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. നയനരോഗങ്ങൾ ഉണ്ടായേക്കാം. സന്താന ഗുണം കുറയും. ആജ്ഞാശക്തിയും സാമർഥ്യവും ഉണ്ടാകും. ദാമ്പത്യ സൗഖ്യം പ്രതീക്ഷിക്കാം. കോപം നിയന്ത്രിക്കുക. ദോഷപരിഹാരാർത്ഥം സുബ്രഹ്മണ്യ പ്രീതി, ശിവപ്രീതി, ശ്രീകൃഷ്ണ പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ധനുക്കൂറിൻ്റെ ഫലങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടം അവസാന പാദം എന്നിവയാണ് ധനുക്കൂറിലുള്ളത്. ഇവർക്ക് ശത്രുസ്ഥാനത്ത് ചൊവ്വ, കളത്രസ്ഥാനത്ത് രവി, കളത്രസ്ഥാനത്തും അഷ്ടമത്തിലുമായി ബുധൻ, അഷ്ടമത്തിൽ ഗുരുശുക്രന്മാർ, സുഖസ്ഥാനത്ത് ശനി എന്നിങ്ങനെ സഞ്ചരിക്കുന്ന സമയമാണ്. ധനനഷ്ടം ഉണ്ടാകാനിടയുണ്ട്. ദാമ്പത്യ സൗഖ്യമുണ്ടാകും. സ്വാതന്ത്ര്യക്കുറവും യാത്രാക്ലേശവും ഉണ്ടാകാം. കാര്യവിജയം പ്രതീക്ഷിക്കാം. രോഗശമനം ഉണ്ടാകും. ഭയം, തൊഴിൽ പുരോഗതി, ബന്ധുസമാഗമം എന്നിവയ്ക്കും സാധ്യത കാണുന്നു. ഉദരരോഗങ്ങളോ രക്തസ്രാവമോ ഉണ്ടാകാൻ ഇടയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, മഹാവിഷ്ണു പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മകരക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് മകരക്കൂറിലുള്ളത്. ഇവർക്ക് പുത്രസ്ഥാനത്ത് ചൊവ്വ, ശത്രുസ്ഥാനത്ത് രവി, ശത്രുസ്ഥാനത്തും കളത്രസ്ഥാനത്തുമായി ബുധൻ, കളത്രസ്ഥാനത്ത് ഗുരുശുക്രന്മാർ, സഹോദരസ്ഥാനത്ത് ശനി എന്നിങ്ങനെ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന സമയമാണ്. ശത്രുനാശവും ആഗ്രഹസാഫല്യവും ഉണ്ടാകും. അഗ്നി, ആയുധം, വാഹനം എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. സ്വാതന്ത്ര്യക്കുറവ്, ധനലാഭം, ബന്ധുസമാഗമം എന്നിവ അനുഭവപ്പെടാം. ഉചിതമല്ലാത്ത ചിന്തകളും കലഹപ്രവണതയും ഉണ്ടാകും. സ്വജനവിരോധമുണ്ടാകാനിടയുണ്ട്. കാര്യസിദ്ധിയും ബുദ്ധിവർദ്ധനവും പ്രതീക്ഷിക്കാം. സ്ത്രീകൾ നിമിത്തം ഉപദ്രവങ്ങൾക്ക് സാധ്യത. സഹോദരഗുണവും അർത്ഥലാഭവും പ്രതീക്ഷിക്കാം. ദോഷപരിഹാരാർത്ഥം സുബ്രഹ്മണ്യ പ്രീതി, ശ്രീകൃഷ്ണ പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കുംഭക്കൂറിൻ്റെ ഫലങ്ങളാണ്. അവിട്ടം അവസാനത്തെ പകുതി, ചതയം, പൂരുട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് സുഖസ്ഥാനത്ത് ചൊവ്വ, പുത്രസ്ഥാനത്ത് രവി, പുത്രസ്ഥാനത്തും ശത്രുസ്ഥാനത്തുമായി ബുധൻ, ശത്രുസ്ഥാനത്ത് ഗുരുശുക്രന്മാർ, ധനസ്ഥാനത്ത് ശനി എന്നിങ്ങനെ സഞ്ചരിക്കുന്ന സമയമാണ്. സുഖഹാനിയും ധനപരമായ ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. ശത്രുക്കളിൽ നിന്ന് ആപത്തുകൾ ഉണ്ടാകാനിടയുണ്ട്. അനുഭവ ഗുണം കുറയും. ഉന്നതന്മാരുടെ പ്രീതിക്ക് പാത്രമാകാനിടയുണ്ട്. ബന്ധുക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. മൃഷ്ടാന്നലാഭം, അഗ്നിഭയം, സ്വാതന്ത്ര്യക്കുറവ്, സർക്കാർ ഗുണാനുഭവങ്ങൾ എന്നിവ ഉണ്ടാകാം. മാനസിക അസ്വസ്ഥതകൾ വർദ്ധിക്കും. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ദോഷപരിഹാരാർത്ഥം സുബ്രഹ്മണ്യ പ്രീതി, ശിവപ്രീതി, ലക്ഷ്മീനാരായണ പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മീനക്കൂറിൻ്റെ ഫലങ്ങളാണ്. പൂരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദരസ്ഥാനത്ത് ചൊവ്വ, സുഖസ്ഥാനത്ത് രവി, സുഖസ്ഥാനത്തും പുത്രസ്ഥാനത്തുമായി ബുധൻ, പുത്രസ്ഥാനത്ത് ഗുരുശുക്രന്മാർ, ജന്മത്തിൽ ശനി എന്നിങ്ങനെ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന സമയമാണ്.
കാര്യതടസ്സവും മനോദുഃഖവും ഉണ്ടാകാനിടയുണ്ട്. ശത്രുനാശം, മൃഷ്ടാന്നലാഭം, ബന്ധനം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. അഗ്നി, ആയുധം, വാഹനം എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാം. ഭാര്യാപുത്രാദികളുമായി കലഹത്തിന് സാധ്യത. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനിടയുണ്ട്. ബന്ധുഗുണം പ്രതീക്ഷിക്കാം. അന്യദേശയാത്രകൾ വേണ്ടി വന്നേക്കാം. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശ്രീകൃഷ്ണപ്രീതി, ധർമ്മശാസ്താപ്രീതി എന്നിവ വരുത്തുക.